ഇന്ത്യയിൽ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിലൊന്നായിരുന്നു ബൈജൂസ്. മലയാളിയും സംരംഭകനുമായ ബൈജു രവീന്ദ്രനാണ് എഡ്യൂടെക് പ്ലാറ്റ്ഫോമായ ബൈജൂസിന്റെ സ്ഥാപകൻ. $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ബൈജൂസ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധികൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതുമായി ബന്ധപ്പെട്ട പല നിയമ നടപടികളും ബൈജൂസിനെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ കമ്പനിയുടെ നിയന്ത്രണം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും. ഒരു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് അവർ ബൈജൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബൈജൂസിനെ കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. കമ്പനിയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി, ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്നിവയൊക്കെയാണ് ആരോപണങ്ങൾ. ഞങ്ങൾ കോടതി മുറികളല്ല, ക്ലാസ് മുറികളാണ് സൃഷ്ടിച്ചതെന്നും ദിവ്യ ഗോകുൽനാഥ് പറഞ്ഞു. തിരിച്ചടവ് മുടങ്ങിയതോടെ ബൈജൂസിന് വായ്പ നൽകിയ പല സ്ഥാപനങ്ങളും നിയമ നടപടികൾ സ്വീകരിച്ചു. ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേൺ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിലൊന്നായിരുന്നു. ഈ കമ്പനിക്കെതിരെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇന്ത്യ നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു നടപടി. ബൈജൂസ് 159 കോടി രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BCCI പരാതി നൽകിയത്. മറ്റു പല വായ്പാദാതാക്കളും LCLTയെ സമീപിച്ചിരുന്നു. വർഷങ്ങൾ കടന്നതോടെ ബൈജൂസിന്റെ മൂല്യം 0 എന്ന നിലവാരത്തിലേക്ക് കുപ്പുകുത്തുകയായിരുന്നു. അതേസമയം ബൈജൂസിന്റെ പതനത്തിന് കാരണം കമ്പനി നടപ്പിലാക്കിയ ചില തീരുമാനങ്ങൾ കാരണമായിരുന്നുവെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. നിലവിൽ ബൈജൂസിന് വലിയ കടബാധ്യതകളുണ്ട്. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന നിരവധി പരാതികളും ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഒഴിവാക്കാൻ ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് താമസം മാറിയെന്ന റിപ്പോർട്ടുകളും ഉയർന്നിരുന്നു. നിലവിൽ അമേരിക്കയുടെ വായ്പാദാതാക്കൾ ബൈജു രവീന്ദ്രനെതിരെ US കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. വർഷങ്ങളായുള്ള ബാധ്യതകളടക്കം ബൈജൂസ് $1.2 ബില്യൺ തിരികെ അടയ്ക്കാനുണ്ടെന്നാണ് അമേരിക്കൻ വായ്പാദാതാക്കൾ വാദിക്കുന്നത്. എന്നാൽ തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ബൈജു രവീന്ദ്രന്റെയും ഭാര്യയുടെയും വാദം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തെക്കുറിച്ചും ബൈജു രവീന്ദ്രൻ പോഡ്കാസ്റ്റിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. 2021 ബൈജൂസ് സാമ്പത്തികപരമായി പ്രതിസന്ധി നേരിട്ട സമയത്ത് താൻ ദുബായിലായിരുന്നു. പ്രോസ്യൂസ് അടക്കമുള്ള നിക്ഷേപകർ കഴിഞ്ഞ 5 വർഷമായി ബൈജൂസിൽ നിക്ഷേപം നടത്തിയിട്ടില്ല. ബൈജൂസിനും എനിക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തെറ്റാണ്. നിലവിൽ കമ്പനി കൂടുതൽ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ED അന്വേഷണത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധമില്ല. ഞങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഇന്ത്യയിൽ നിന്നുണ്ടായതാണ്. നിക്ഷേപവും ഇന്ത്യയിൽ തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2011 പ്രവർത്തനം ആരംഭിച്ച ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. ഒരവസരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർമാരെന്ന നേട്ടം പോലും ബൈജൂസ് എത്തിപ്പിടിച്ചിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു സ്റ്റാർട്ടപ്പിന്റെ വളർച്ച. വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ മാറ്റത്തിനും ബൈജൂസ് ആപ്പ് കാരണമായി. ചില സാമ്പത്തിക പ്രശ്നങ്ങളും വിവാദങ്ങളും ബൈജൂസിനെ പിടിച്ചു കുലുക്കുകയായിരുന്നു. 2022 മാർച്ചിന് ശേഷമാണ് $1 ബില്യൺ നഷ്ടമുണ്ടെന്ന കണക്ക് പുറത്തു വന്നത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ബൈജു രവീന്ദ്രന് നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് പ്രകാരം 9,362 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് സമൻസും ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.